ക്ഷേത്രത്തിൽ ഉടുപ്പഴിച്ച് കയറണമെന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണെന്നും അത്തരം അന്ധാചാരങ്ങൾ നീക്കാൻ ശ്രീനാരായണീയ സമൂഹം ഇടപെടണമെന്നും ശ്രീനാരായണീയ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശിവഗിരി തീർത്ഥാടന മഹോത്സവ സമ്മേളനത്തിലാണ് ക്ഷേത്രാചാരങ്ങളിലെ പോരായ്മകളെ സ്വാമി വിമർശിച്ചത്. ശ്രീനാരായണ ക്ഷേത്രങ്ങൾ മാത്രമല്ല മറ്റാരാധനാലയങ്ങളും ഭാവിയിൽ ഈ നിർദ്ദേശം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ജ്യോതിഷവും പ്രശ്നവും അന്ധവിശ്വാസങ്ങളുമാണ് കേരളത്തിൽ അടുത്തിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പല ക്ഷേത്രങ്ങളിലും മറ്റു മതക്കാർക്ക് പ്രവേശനമില്ല. ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പോലും അത് പിന്തുടരുന്നുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സ്വാമി സച്ചിദാനന്ദയുടെ പ്രസംഗം വലിയ രീതിയിലാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആളുകൾ മേൽമുണ്ടഴിച്ച് കയറണമെന്ന് പണ്ടുകാലത്ത് പറഞ്ഞത്? കാരണം അന്ന് ക്ഷേത്രങ്ങളിൽ അവർണരായ മനുഷ്യർക്ക് പ്രവേശനമില്ലായിരുന്നു. അപ്പോൾ സവർണനാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ, ശരീരത്തിലെ പൂണൂല് കണ്ട് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് മേൽമുണ്ട് മാറ്റേണ്ടി വരും. അങ്ങനെ മേൽമുണ്ട് മാറ്റിയാൽ മാത്രമേ പൂണൂല് തിരിച്ചറിയാൻ കഴിയൂ. പൂണൂലുണ്ടെങ്കിൽ മാത്രമാണ് സവർണൻ എന്ന് തിരിച്ചറിയാൻ കഴിയൂ. ആ വിവേചനം ഇപ്പോഴും ആ അർത്ഥത്തിൽ നിലനിൽക്കാത്തിടത്തും എന്തുകൊണ്ടാണ് ഈ പഴയ അനാചാരം തുടരുന്നത് എന്നാണ് സ്വാമി സച്ചിദാനന്ദ ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് പറയുന്നുണ്ട് സ്വാമി സച്ചിദാനന്ദ. ഇന്നലെ ചെയ്തൊരു അബദ്ധമായിരുന്നു. ആ അബദ്ധമായിരുന്നു വിവേചനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മേൽമുണ്ടും. അതിനുശേഷം ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഷർട്ടും ബനിയനും അഴിച്ചു വേണം ഉള്ളിൽ പ്രവേശിക്കാൻ. എന്തിനാണ് ഷർട്ടും ബനിയനും അഴിച്ച് ഉള്ളിൽ പ്രവേശിക്കുന്നത്? സ്ത്രീകൾക്ക് മറ്റ് നിബന്ധനകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, അതെല്ലാം മാറി. ഇപ്പോൾ ഇതാ പുരുഷൻ്റെ കാര്യത്തിൽ അത് ആവശ്യമുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യമാണ് സ്വാമി സച്ചിദാനന്ദ ഉയർത്തുന്നതും. ശരിയല്ലേ? പലപ്പോഴും നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ, എന്താവശ്യത്തിനാണ് ഷർട്ട് അഴിക്കേണ്ടി വരുന്നത്? ചെരുപ്പഴിക്കുന്നത് മനസ്സിലാക്കാം, അതൊരു പക്ഷേ മാലിന്യം ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് തടയും. പക്ഷേ നിങ്ങളുടെ ഷർട്ടിൽ എന്ത് മാലിന്യം, നിങ്ങളുടെ ബനിയനിൽ എന്ത് മാലിന്യം? അതഴിച്ച് നിങ്ങൾ പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മേൽമുണ്ടും കീഴ്മുണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം?